വെളിപ്പെടുത്തലുമായി മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്. കഴിഞ്ഞ ഒക്ടോബർ 1 ഇറാന്റെ ഇസ്രായേലിലെ ആക്രമണത്തിന് മറുപടിയായി ഒക്ടോബർ 26 ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണം ഇറാനിലെ ആണവ നിലയങ്ങളെ ആക്രമിക്കാനുള്ള അവസരങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് യോവ് ഗാലന്റ് വ്യക്തമാക്കി. ഇസ്രായേലിനെ അപേക്ഷിച്ച് ഇറാൻ ദുർബലമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ തങ്ങൾക്കായെന്നും മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു. വാഷിംഗ്ടൺ പോസ്റ്റിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണത്തെക്കുറിച്ച് വ്യക്തമാക്കിയത്. ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ അതീവ സുരക്ഷാ മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന ആണവ നിലയങ്ങൾ ആക്രമണ പരിധിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ന്യൂക്ലിയർ പ്രൊജക്ടുകളെ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു. അതിൽ നിന്ന് ഇസ്രായേൽ പശ്ചാത്തപിക്കുന്നതായും ഗാലന്റ് പറയുന്നു. ഇറാൻ ഇസ്രായേലിലേക്ക് ഒക്ടോബർ 1 ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേലിനോട് ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കാനാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ന് വ്യക്തമാക്കിയത്. പക്ഷേ ഇസ്രായേൽ ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച് മുന്നേറി. ഗാലന്റ് പറയുന്നത് ഇപ്രകാരമാണ്: അന്നത്തെ ഇസ്രായേലിന്റെ ഓപ്പറേഷന്റെ അനന്തരഫലമായി ഇറാൻ ദുർബലവും ഇസ്രായേൽ ശക്തവുമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ സാധിച്ചു. ടെഹ്റാന് ചുറ്റും തന്ത്രപരമായ പ്രതിരോധമൊന്നുമില്ലെന്ന് ഇസ്രായേൽ തെളിയിച്ചു. ഇസ്രായേൽ എയർഫോഴ്സ് ഇറാനിലെ 20ഓളം സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 3 റൗണ്ട് ആക്രമണങ്ങൾ നടത്തിയതായും യോവ് ഗാലന്റ് വെളിപ്പെടുത്തുന്നു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ദീർഘകാലത്തേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള കഴിവും തകർക്കുക എന്നതായിരുന്നു ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും യോവ് ഗാലന്റ് വെളിപ്പെടുത്തുന്നു. ഇപ്പോഴും ഇറാനിലേക്ക് സങ്കീർണമായ രീതിയിലുള്ള ആക്രമണം നടത്താൻ ഇസ്രായേൽ മടിക്കില്ല എന്നും യോവ് ഗാലന്റ് പറയുന്നു. ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇതിലൊരു ചോയ്സ് നിലനിൽക്കുന്നുവെന്നും മുൻ പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.